ഉമ്മാൻ്റെ കാലടിപ്പാട് എന്നുള്ള പാട്ട് ഞാൻ മദ്രാസിൽ നിന്ന് ഇത്രയും കൂടി പാടിക്കുക. അപ്പം എനിക്കാണെങ്കിൽ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുബർക്കും ഓർത്തോളി ഒതിമതിയാം മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി എന്ന് അങ്ങനെ പാടി പാടി പാടി. എനിക്കാണ് അന്ന് വൈകുന്നേരം ടിക്കറ്റാണ്. ഞാൻ അവിടെ പോയപ്പോൾ ചിത്രേച്ചി ഇല്ലാത്തത് കൊണ്ട് ഒരാഴ്ച ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു ഈ പാട്ട് പാടിക്കാൻ. ഈ മൊത്തം പാട്ട് പാടിക്കാൻ മൊത്തത്തിൽ ചിത്രേച്ചിൻ്റെ കമ്പനിക്ക് വേണ്ടി പാടിക്കുകയാണല്ലോ, ഓഡിയോ ട്രാക്സ്. ചിത്രേച്ചി വരുമ്പോഴേക്ക് 5-6 ദിവസം കഴിഞ്ഞുണ്ട്. പിന്നെ എന്തോ ഒരു ഗസൽ പരിപാടിക്ക് ഗുലാമലിൻ്റെ സാഹിബിൻ്റെ കേട്ടോ ഗസൽ പരിപാടിക്ക് ബോംബെ പോയതാണ്. വന്ന് നോക്കുമ്പോൾ ശബ്ദവുമില്ല. പിന്നെ ഞങ്ങൾ കുറേ ദിവസം നിന്ന് എന്നുള്ളതിലേക്ക് ചിത്രേച്ചി അറിഞ്ഞ് എങ്ങനെയും പാടുക മാഷെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പാടി അവസാനം പല്ലവി പാടിയപ്പോൾ ശബ്ദം ഇറങ്ങിപ്പോയി. എനിക്കാണ് അന്നേരം 6:30 മണിൻ്റെ ട്രെയിനാണ് അങ്ങോട്ട് പോരാൻ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കമ്പനി ബുക്ക് ചെയ്തിട്ടാണല്ലോ. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അവസാന പല്ലവി ശബ്ദം പോയി ഇതറിഞ്ഞേ. അപ്പോൾ അത് പ്രശ്നമാക്കണ്ട, ഞാൻ ഇവിടുന്ന് അല്ല, ഞാൻ ഇവിടുന്ന് പേസ്റ്റ് ചെയ്തോളാം, ഫസ്റ്റ് പല്ലവി എടുത്തിട്ട് പേസ്റ്റ് ചെയ്തോളാം. അപ്പം ചിത്രയിച്ചൊരു വാക്ക് പറഞ്ഞു, മാസ്റ്റർക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ അല്ല പറഞ്ഞു. എന്നാൽ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുക, ഈ പിന്നെ പേസ്റ്റ് ചെയ്യൽ പുതിയ പിള്ളേർ ചെയ്തോളും, ഞാനത് ചെയ്യൂല, എനിക്ക് ഫുള്ള് പാട്ടും പാടണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് മുന്നേത്തെ പിള്ളേരൊക്കെ പേസ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് ഫുള്ളും പാടിയെങ്കിലും എനിക്ക് ലൈഫുള്ളൂ, അതിന് ആ പാട്ടിനോടുള്ള എനിക്ക് ഒരു തൃപ്തിയാവുള്ളൂ. ഞാൻ ഇതാവണമെങ്കിൽ എനിക്ക് ഫുള്ള് പാടണമെന്ന് പറഞ്ഞു. അതേമാതിരി വേറൊരു കഥയും കൂടി ഞാൻ പറഞ്ഞുതരാം. അവരുടെ മനസ്സിൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം. ഞാൻ മനസ്സകമിൽ മുഖബത്ത് പെരുത്തുന്നുള്ള എൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ടില്ല, മനസ്സകമിൽ മുഖബത്ത് പെരുത്ത് കനവുകൾ കോരുത്ത് മഹർമാലയെടുത്ത് മധുമതിയാം മണിമങ്കക്കിണങ്ങുവാൻ പുതുമാരനിത വരുന്നേ പാടിക്കാൻ ഇട്ടുകൊടുത്തു. ഇത് മാപ്പൊക്കെ എഴുതിയ പാട്ടാ? ആ, പാടിക്കാൻ ഇട്ടുകൊടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇതാരാ പാടിയത്? പറഞ്ഞു ഇന്ദിരാ ജോയി. ഇന്ദിരാ ജോയി, ജോയിയേട്ടൻ്റെ അങ്ങനെ ഗിറ്റാറിൻ്റെ ജോയിൻ്റെ ഒക്കെ അറിയും. ജോയിൻ്റെ ഭാര്യയാണ്, ജോയിൻ്റെ ഭാര്യയാണ്. ഈ പാട്ട് ഞാൻ പാടുന്നില്ല അറിഞ്ഞോളൂ. ഞാൻ ചോദിച്ചല്ലേ ഇത്രച്ചി എന്താ ഇത്രയും നന്നാക്കി എനിക്കത് പാടാൻ കഴിയില്ല. ഇത്രച്ചി ആ മനസ്സ് നോക്കുന്നു. ശരിക്കും പാട്ട് പാടി ഒരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്ര നന്നായിട്ട് എനിക്ക് ആ പാട്ട് പാടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ആ സ്ലാങ്ങൊന്നും എനിക്ക് വരില്ല, ആ കുട്ടീൻ്റെ പാട്ട് നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ പിന്നെ ജോയേട്ടൻ്റെ വൈഫിന് എത്ര വയസ്സുണ്ടാവും? ജോയേട്ടനെ കല്യാണം കഴിച്ചു ഒരു 10 വയസ്സുണ്ടാവുള്ളൂ. ഏറ്റവും വലിയ അംഗീകാരമല്ലേ? 2 പാട്ട് ഇത്രച്ച് പാടി തന്നില്ല. ഉടനെ ജൂമയിലെത്തിറങ്ങി ഉടനെ അതും പാടി തന്നില്ല. ആ 2 പാട്ട് തരംഗിടിയിൽ പിന്നെ 2 വന്നു. അവർ തന്നെ എടുത്ത് അത് ചിത്രേച്ചിൻ്റെ മനസ്സുകൊണ്ടാ വരുന്നത്. 2 പാട്ട് വന്നു. ഇന്നത്തെ ഞങ്ങളന്ന് 4-6 പാട്ട് പഠിക്കാനാണ് ഞങ്ങൾ പോണത്. ഇത്രേച്ചി 2 പാട്ടും പാടി പോയി. ഇത്രേച്ചി പാടിയ സൂപ്പർ ഹിറ്റാണ്. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല സ്പർശിക്കും സഹായം പാടിയില്ലേ? ഈ പാട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നതാ? അത് ട്യൂണ് വന്നപ്പോൾ അത് ഞാൻ ട്യൂൺ എഴുതിയതാ. കോഴിക്കോട് പോക്ക് ട്യൂൺ വന്നപ്പോൾ എഴുതിയാൽ. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് വായിച്ചിട്ടുണ്ട്? ഒന്നും വായിച്ചില്ല. അന്നേരം ട്യൂൺ വന്നാൽ പിന്നെ മനസ്സിലേക്ക് കൊണ്ട് വന്നു. ഈ എത്തീമിന്നത്താണി എന്ന് പറഞ്ഞ പാട്ടിനകത്ത് എത്തീമിൻ്റെ ഒരു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മാതാപിതാക്കളില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കാൻ അള്ളാന്റെ കൽപ്പനകളുണ്ട്. അത് തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞത്. അപ്പം എന്ത് വായിച്ചിരിക്കണം? അത് 4 വരി. അത് ഞാൻ കുറേ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ല. സ്കൂളിൽ തന്നെ ഒരു 8ാം ക്ലാസ്സും ഗുസ്തിയാ. പക്ഷെ ബാപ്പുഖാന്റെ വീട്ടിൽ വന്ന ഫുള്ള് ബുക്കാണല്ലോ. ആ പുസ്തകം വായിച്ചത് കൊണ്ട് അത് വന്നത്.